പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവന്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ വിധിക്കാതെ നന്മ തിരിച്ചറിയുവാനായിട്ടും തിന്മയെ ദൂരെ അകറ്റുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും ദൈവത്തെ അനുഗമിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടും ആണ്. യേശു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പറയുന്നുണ്ട്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണെന്ന് വളരെ വ്യക്തമായിട്ട് യേശു പറയുന്നുണ്ട്. നമ്മൾ പാപികളെ എന്ന് മുദ്ര കുത്താതെ നമ്മളിലുള്ള ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും നന്മയിലൂടെ നയിക്കാം. നമ്മൾ മറ്റുള്ളവരെയും പാപികളെന്ന് കാണാതെ അവർക്കും നന്മ വരുവാനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. കാരണം യേശു തന്നെ വന്നിരിക്കുന്നത് അവരെ പശ്ചാത്താപത്തിലോട്ട് വിളിക്കാൻ വേണ്ടിയാണ്. നമ്മളെ പശ്ചാത്താപത്തിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.